ഇത് പാതിരാത്രി ഇരുട്ടിന്റെ മറവിൽ പോയി ഒരാളെ വാഴ വെട്ടുന്നത് പോലെ വെട്ടുന്ന അതേ വാഴപ്പെട്ടിയെപ്പോഴും പോലെ ആ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ആധുനിക ജിഹാദ്വാദികളെ പോലെയല്ല. ഇത് ഫെയ്സോ ഫെയ്സറ്റാക്കാം. ഇപ്പുറത്ത് ആളുകളുണ്ടോ, ആയുധങ്ങളുണ്ടോ? അപ്പുറത്തുനിന്നാരാ വന്നത്? ഒന്ന് ഒത്തുകയാ, ഒന്ന് ചെയ്തയാ, ഒന്ന് വലിയ ഏകാംഗ പോരാട്ടമത. അതേ ഇളകി മറിയാൻ പോവുകയാണ്. മധുരന്റെ പടക്കളം സോളിമ പൂക്കാൻ പോവുകയാണ്. ഇമാമത്തുദ്ദീനു വേണ്ടിയുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ പ്രോത്സലമായ സമരഗാഥയുടെ സമാരംഭം കുറിക്കാൻ പോവുകയാണ്. നേരിട്ടാണ് വെട്ടിത്താഴെ കിട്ടോ. ദൈവയെ നേരിട്ടത് ഹംസയാണ്. വെട്ടിത്താഴെ കിട്ടോ. അബൂബൈദയുടെ പോരാട്ടം നീണ്ടുപോവുകയാണ്. പ്രായമുള്ള സഹാബിയല്ലേ, മാറിയും ഇളകിയുമൊക്കെ മാറി യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ ചതി പ്രയോഗിച്ച് അബൂബൈദയുടെ കരിന്തറയിലെ കാഞ്ഞു വെട്ടി വഴിയത് മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ ബദറിന്റെ പടക്കളത്തിൽ വീണ്ടുപോയി മഹാനായ അബൂബൈദ. മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ വന്നപ്പോ രണ്ട് സഹാബികൾ ഓടി വരികയാ. ഇരുപേരും അതികണത്തി പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി സുഗന്ധേ ഉപൈതത്തെ എടുത്തതമ്മ തൊഴിൽ വരും വാരി കൊഴുകൈത്തമാ. രണ്ട് സാമാക്കൾ കോരിയെടുത്തുകൊണ്ട് അല്ലാതിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാ. നികരറ്റ പറയാതെ ഹബീബുള്ളാന്റെ നേതാത്തിനു മുമ്പിൽ ഇടത്തിക്കൊണ്ടേ മുഖത്തെ നെജിയുള്ള അവർ തല്ലവേ ഉടയോൻ പുകഴന്റെ സേവത്തോലുള്ളവേ. ആരംഭ പ്രവാചകന്റെ മടിയിൽ കിടത്തിയപ്പോ അതുവരെ കരയാതിരുന്ന മഹാനായ അബൂബൈദ കരയുകയാൽ, വല്ലാതെ കരയുകയാൽ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബൈദ വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ, വല്ലാതെ വേദനയുണ്ടല്ലേ? അപ്പൊ അവൾ പറഞ്ഞു, ഇല്ല നബിയേ, മുറിഞ്ഞ കാൽപാദത്തിൽ നിന്ന് കുമുകുമാ രക്തമൊഴുകുമ്പോ എല്ല് മുറിഞ്ഞിട്ട് രക്തവും അതിന്റെ ഉള്ളിലുള്ള മജ്ജയും പൊട്ടിയൊലിക്കുമ്പോ കടുകടുത്ത വേദനയിൽ എവിടുന്ന് പറയുന്നത്, അല്ല നബിയേ, ഇതൊരു പ്രശ്നമല്ല നബിയേ, പിന്നെ എന്താ? വെഞ്ചക്കള്ളം വീട്ട് തിരിന്തോനാണേ വെടിപേർക്ക് ഗീതാമോ അനാത്മന്മാനേ. വെഞ്ചക്കള്ളം വീട്ട് തിരിന്തോനാണേ വെടിപേർക്ക് ഗീതാമോ അനാത്മന്മാനേ. ഞാനിപ്പോ മദറിന്റെ പടക്കളത്തിലല്ലോ ഹബീബേ, ഇവിടെ വെച്ചാ മരണപ്പെട്ടുപോയതെങ്കിൽ എനിക്ക് ജഗീരിന്റെ കൂലി കിട്ടുമോ നബിയേ? പൊന്തമ്പകം പൂത്തുണ്ടന ഉമ്മി പോറ്റി ഹുസൈന ഉച്ചബന അമ്മി. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറായിരത്തിന്റെ റോന്താകളം പോലെയുള്ള കുണ്ടുകളിൽ നിന്ന് പ്രതീക്ഷയുടെ വർത്തമാനം മുത്തുമണികളെ പോലെ പെയ്തിറങ്ങുകയാണ്. അപ്പോ ഉന്നതരായ ശരീരിന്റെ കൂലിയുണ്ട്. അപ്പോ മുത്തേ, നിങ്ങൾ ബദരീങ്ങളാ,
അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഈ വചനമെന്ന് പെയ്തിറങ്ങിയപ്പോ അടുത്ത വേദനയിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും അതേ മരണത്തിന്റെ ദൂതുമായി മാരാതെ വന്നിട്ട് അവിടത്തെ കാൽപാദങ്ങളിൽ നിന്ന് റൂഹ് പിടിക്കുന്ന മരണത്തിന്റെ വേദനയിലും അവിടുന്ന് പാട്ടങ്ങ് പാടി ശിവഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിലെ വിരിയുന്ന റൈഹാൻ പൂപോലെ മനോഹരമായ പുഞ്ചിരി പൂച്ചിറങ്ങുകയാണ് അബൂ ഉബൈദയുടെ ചുണ്ടില്. എന്നിട്ട് പറഞ്ഞു ഭായി മുസ്ലിം وأرجو به عيسى من الله عاليا فألبسني الرحمن من فضل منه لباسا من الإسلام والطيب ساويا. അല്ലാഹുവേ, എന്റെ കാൽപ്പാദങ്ങൾ കാഫിരീകൾ മുറിച്ചു മാറ്റിയെങ്കിലും മുസ്ലിം ഞാൻ മുസ്ലിമാ, ഞാൻ എന്റെ സംഘടനയ്ക്ക് വേണ്ടി കാല് കൊടുത്തതല്ല, ഞാനൊരു കുടുംബ വഴക്കിന്റെ പേരിൽ കാല് കൊടുക്കുന്നതല്ല, ഞാൻ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ കാല് കൊടുത്തതല്ല. എന്റെ കാൽപ്പാദങ്ങൾ അവർ മുറിച്ചു മാറ്റിയത് ഇന്ത്യ മുസ്ലിമും, ഞാനൊരു മുസ്ലിമാ, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ദുനിയാവിന്റെ നൈമിഷികമായ സുഖങ്ങളല്ല. ഈ കാല് നഷ്ടപ്പെട്ടാലും സ്വർഗത്തിലെ പച്ചപ്പനന്തകളെ പോലെ പറന്നു നടക്കുന്ന സുഖതയുടെ മഹിമയാ, സുഖതാ ഇന്റെ തറയാ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് പാട്ടുപാടി മരിച്ചുപോയില്ലേ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങളെ, ഏകാന്ത പോരാട്ടം അസ്തമിക്കുകയാണ്. ഏകാന്ത പോരാട്ടം കഴിയുകയാണ്. പിന്നെ കൂട്ടയുദ്ധമാ നടക്കാൻ പോകും.